ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4-ലെ 6ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് ആയിട്ട് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് വീഡിയോയിൽ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് കൃഷ്ണ ഹിയർ, രണ്ടാമത്തത് ലവ് എഡിറ്റ്സ്, മൂന്നാമത്തത് ആദിത്യൻ ER, നാലാമത്തത് ടോം ഗേൾ ആറ്റിറ്റ്യൂഡ് പ്രിൻസസ്, അഞ്ചാമത്തത് ടൈറ്റൻ സോറോ, ആറാമത്തത് ജിബിൻസ് മല്ലു. ഇതിലെ കൃഷ്ണ ഹിയർ നമ്മുടെ ചാനലിലെ ഒരു ടോപ്പ് കമന്റർ ആണ്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിലെ ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട, അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സ്റ്റോൺ ഹാഷിര ഗ്യോമയുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി എത്തിയ ടാഞ്ചിറയോടും സെനിറ്റ്സുവിനോടും സ്റ്റോൺ ഹാഷിര ഗ്യോമെ പറയും, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ താഴ്ഭാഗം. ഉറപ്പുള്ളതും സ്ഥിരതയുള്ളതുമായ ശരീരത്തിന്റെ താഴ്ഭാഗം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് അറ്റാക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും കഴിയും. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തണുത്തുറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിൽക്കുന്ന ട്രെയിനിങ് ചെയ്യണം. അടുത്തത് ഈ 3 മരത്തടികൾ ഒരുമിച്ച് ഉയർത്തണം. അവസാനം ഈ വലിയ പാറക്കല്ല് നിങ്ങൾ 358 അടി തള്ളി നീക്കണം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള 3 ടെസ്റ്റുകളാണ് എന്റെ ട്രെയിനിങ്ങിലുള്ളത്. താഴെ തീയിടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളലേറ്റേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ട്രെയിനിങ് മാത്രം ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ ടാഞ്ചിറോ പറയും, എക്സ്ക്യൂസ് മീ, സെനിറ്റ്സു തല കറങ്ങി വീണു, എന്നാൽ അവനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട്. അങ്ങനെ ടാഞ്ചിറോ സെനിറ്റ്സുവിനെ വെള്ളത്തിലേക്ക് എടുത്ത് വെക്കുമ്പോൾ വെള്ളത്തിന്റെ തണുപ്പ് കാരണം സെനിറ്റ്സു അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കും. തണുക്കുന്നേ, തണുപ്പ് കാലത്തെ പുഴ പിന്നെ തണുക്കാതിരിക്കുവോ? കുറച്ചു നേരം കൂടെ ഞാൻ ഇതിലിരുന്ന ഞാൻ മരിച്ചു പോവും. എന്റെ അകത്തുള്ള അവയവങ്ങളൊക്കെ ഇപ്പൊ നിലയ്ക്കും, അവയൊക്കെ കരയുന്നുണ്ട്, അവര് മരിക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു സെനിറ്റ്സു കരയിലേക്ക് പെട്ടെന്ന് കയറി. ഓ, ഇത് ശരിയില്ല, വെള്ളത്തിന്റെ പുറത്തേക്ക് വന്നിട്ടും എനിക്ക് തണുക്കുന്നു, ഞാനിപ്പോ തണുത്തുറഞ്ഞു മരിക്കും. ഈ ഒരു സമയത്താണ് സെനിറ്റ്സുവിന്റെ പുറകിൽ കുറച്ച് ഡീമൺ സ്ലേയേഴ്സ് പാറയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് അവൻ കണ്ടത്. അതിലുണ്ടായിരുന്ന മുറാട്ട സെനിറ്റ്സുവിനോട് പറയും, കുറെ കാലമായല്ലോ നിങ്ങളെയൊക്കെ കണ്ടിട്ട്, വേഗം വാ, ഈ പാറക്കല്ലിന്റെ മുകളിലേക്ക് കയറി കിടക്ക്, ഇതിനൊക്കെ നല്ല ചൂടുണ്ട്. അത് കേട്ടതും സെനിറ്റ്സു അവന്റെ മുഴുവൻ സ്പീഡ് ഉപയോഗിച്ച് ആ പാറക്കല്ലിന്റെ മുകളിലേക്ക് കയറി കിടന്നു. ഇതിന് നല്ല ചൂടുണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു പാറക്കല്ലുകൾക്ക് ഇത്രയും ചൂടുണ്ടാവുമെന്ന്. ഇത് ഞാൻ എൻ്റെ അമ്മയുടെ കൈകളിൽ പിടിക്കുന്നത് പോലെയുണ്ട് അമ്മേ. അതിനുശേഷം കാണിക്കുന്നത് തണുപ്പുണ്ടായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ടാഞ്ചിറോയാണ്. ഓ, നല്ല തണുപ്പുണ്ട്, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിൽക്കുന്ന ട്രെയിനിങ് കഷ്ടം തന്നെ. അപ്പോഴാണ് ടാഞ്ചിറോ കണ്ടത് ഇനോസ്കയും മറ്റൊരു ഡീമൺ സ്ലെയറും വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിൽക്കുന്നത്. അതിന്റെ കൂടെ അവരെന്തോ തുടർച്ചയായിട്ട് ഒരു മന്ത്രം പറയുന്നുണ്ട്. ഉടനെ അതിലുള്ള ഒരു ഡീമൺ സ്ലെയർ വെള്ളത്തിന്റെ പവർ കാരണം ഒലിച്ചുപോയി. അത് കാണുന്ന ടാഞ്ചിറോ പറയും, ഇനോസ്കയെ വിട്ടുകൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനും പോയി ചെയ്യട്ടെ. പക്ഷെ നിൽക്ക്, ഇനോസ്കയുടെ സൗണ്ട് നിന്നല്ലോ. ഇനോസ്കെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, ഇനോസ്കെ, ഇനോസ്കെ, ഞാൻ വരാൻ, നിൽക്ക്, എണീക്ക് ഇനോസ്കെ, എണീക്ക് ഇനോസ്കെ, എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക്. അപ്പൊ ടാഞ്ചിറോയുടെ സൗണ്ട് കേട്ട് ഇനോസ്കെ എണീക്കുന്നു. നീ എന്നെ വിളിച്ചോ മാഞ്ചിരോ? അത് കഴിഞ്ഞ് ടാഞ്ചിറോ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിൽക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ അടിയിൽ നിൽക്കുന്ന ടാഞ്ചിറോ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിൽക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടാഞ്ചിറോയുടെ അടുത്ത് നിൽക്കുന്ന മുറാട്ട അവനോട് പറയും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും നീ മന്ത്രം പറയുന്നത് നിർത്തരുത്. മന്ത്രം പറയുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അങ്ങനെ മുറാട്ട വീണ്ടും മന്ത്രം പറയാൻ തുടങ്ങി. നമു അമിത ബുത്സു, നമു അമിത ബുത്സു. ഇപ്പൊ ടാഞ്ചിറോ അവന്റെ മനസ്സിൽ ചിന്തിക്കും, ഈ വെള്ളച്ചാട്ടത്തിന് നല്ല തണുപ്പുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, എനിക്ക് മിണ്ടാതെ ഇത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ടാഞ്ചിറോയും മന്ത്രം പറയുന്നു, നെമ്പുത്സു, നെമ്പുത്സു. കുറച്ചു സമയത്തിന് ശേഷം ടാഞ്ചിറോയും മുറാട്ടയും പാറക്കല്ലിന്റെ മുകളിലേക്ക് കയറി കിടക്കും. ഇപ്പോൾ ടാഞ്ചിറോ പറയും, നമ്മൾ വെറുതെ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്നതേ ഉള്ളൂ, പക്ഷെ ഇതെന്തൊരു കഠിനമാണ്. ഒരുപാട് ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന വെള്ളത്തിന് ഇത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് ആര് വിചാരിച്ചു? ഇതിന്റെ അടിയിൽ വെച്ച് നമ്മൾ ഒരു നിമിഷം റിലാക്സ് ചെയ്താൽ നമ്മുടെ കഴുത്ത് ഒടിഞ്ഞു പോകും. അത് കേട്ട് മുറാട്ട പറയും, നീയും ആ പന്നിത്തലേനുമാണ് നല്ലതുപോലെ ചെയ്തത്. എന്റെ ആദ്യ ദിവസം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ എനിക്ക് വൈകുന്നേരം വരെ സമയമെടുത്തു, പക്ഷെ ഇപ്പോഴെനിക്ക് 2 മണിക്കൂറിൽ കൂടുതൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അടുത്തത് മരത്തിന്റെ തടി പൊക്കുന്ന ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അതിന് ടാഞ്ചിറോ പറയും, മുറാട്ട, നീ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഞാൻ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനിവിടെ വന്നിട്ട് 10 ദിവസമായി എന്ന് മുറാട്ടയും പറയുന്നു. അതിനുശേഷം അവിടെയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം തിന്നുന്നു. അപ്പൊ ഇനോസ്കെ പറയും, ആ വയസ്സായ കയ്യിലും മുത്തകളൊക്കെയുള്ള ആ ഒരു മനുഷ്യന് ഭ്രാന്താണ്. അത് കേട്ട് ടാഞ്ചിറോ പറയും, ഇനോസ്കെ, നീ ഉദ്ദേശിക്കുന്നത് സ്റ്റോൺ ഹാഷിര ഗ്യോമയാണോ? നീ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള വ്യത്യസ്തമായ പേരൊന്നും വെക്കരുത്. ഞാൻ ആദ്യമായിട്ട് അയാളെ കണ്ട സമയത്ത് അയാൾ എനിക്ക്
എനിക്ക് തന്നത് തണുപ്പാണ് എന്ന് ഇനോസ്കെ പറയുമ്പോൾ ടാൻജിറോ, ഹേയ് ഇനോസ്കെ നിൽക്ക്, നീ എന്തിനാണ് ആ മീനിന്റെ മുള്ളൊക്കെ തിന്നുന്നത്? അതിന് ഇനോസ്കെ, എന്താ നീ നിന്റെ തിന്നുന്നില്ലേ? ഇത് വളരെ മുരിഞ്ഞതും നല്ല രുചിയുള്ളതുമാണ്. എനിക്കറിയുന്നവരിൽ നിന്നെ പോലെ ഇത്രയും മീൻ ക്ലീൻ ആക്കുന്ന ആരുമില്ല ഇനോസ്കെ എന്ന് ടാൻജിറോ പറയുമ്പോ, ഞാൻ എന്തു പറയും, എന്തൊക്കെ ആയാലും ഞാനല്ലേ മലകളിലെ രാജാവ്. പിന്നെ ആ വയസ്സായ കയ്യിലും മുത്തുകളൊക്കെയുള്ള ആ മനുഷ്യൻ. ഇനോസ്കെ, നീ ഉദ്ദേശിച്ചത് സ്റ്റോൺ ഹാഷിര മിസ്റ്റർ ഗ്യോമയെയാണോ? അതിലൊരു സംശയവുമില്ല, അയാളാണ് നിലവിലുള്ള ഡീമൺ സ്ലെയർ കോർപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ. അത് കേൾക്കുന്ന ടാൻജിറോ, ഓ അത് സത്യമാണോ? പക്ഷേ മിസ്റ്റർ ഗ്യോമയുടെ മണം ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മാർക്ക് എപ്പോഴേ വന്നു കാണുമെന്നാണ്. അത് കേൾക്കുന്ന ഇനോസ്കെ, എനിക്കും അതിൽ വലിയ അതിശയമൊന്നുമില്ല. ശേഷം ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് ചിന്തിക്കും, വളരെ പെട്ടെന്ന് റാങ്ക് കൂടി വരുന്ന ഇവരുടെയൊക്കെ കൂടെ എനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഇവരൊക്കെ എന്തിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്നാൽ ടാൻജിറോ ഉണ്ടാക്കിയ ഈ ചുട്ടമീൻ ഒരു രക്ഷയുമില്ല എന്ന് മറ്റൊരു ഡീമൺ സ്ലെയർ. ഇപ്പൊ പെട്ടെന്ന് സിനിറ്റ്സു പറയും, ഞാൻ ആ വയസ്സായ ആളെ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം അത്രയും വലിയ പാറക്കല്ല് അയാൾക്ക് ഒരിക്കലും അനക്കാൻ കഴിയില്ല. അയാൾ നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്തുകയാണ്. ഹേയ് അങ്ങനെയൊന്നും അല്ല സിനിറ്റ്സു, ഞാൻ കേട്ടത് മിസ്റ്റർ ഗ്യോമയ്ക്ക് അതിനേക്കാളും വലിയ പാറക്കല്ല് നീക്കാൻ കഴിയുമെന്നാണ്. എന്നിട്ട് ടാൻജിറോ, നീ ആരെന്ത് പറഞ്ഞാലും അങ്ങ് കയറി വിശ്വസിക്കോ? നിന്നെ ആരോ പറ്റിച്ചതാണ്. അതിന് ടാൻജിറോ, അല്ല സിനിറ്റ്സു, നിനക്ക് നല്ലതുപോലെ ചെവി കേൾക്കാൻ കഴിയും അല്ലേ? അപ്പൊ അയാൾ പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് നിനക്ക് മനസ്സിലാവില്ലേ? ഈ സമയത്ത് ഗ്യോമെ ഒരു വലിയ പാറക്കല്ല് തള്ളിക്കൊണ്ടുപോകുന്നത് കാണുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും വാ പൊളിച്ചു നിൽക്കും. അപ്പൊ ടാൻജിറോ പറയും, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മിസ്റ്റർ ഗ്യോമെ എത്ര പവർഫുൾ ആണെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ സിനിറ്റ്സു ഞാൻ എന്നെങ്കിലും അദ്ദേഹത്തെ പോലെ ആയി മാറുമെന്ന്? അത് കേട്ട് സിനിറ്റ്സു ടാൻജിറോയോട് അലറിക്കൊണ്ട് പറയും, നിനക്ക് കഴിയും, നിന്റെ സ്വപ്നത്തിലാടാ മണ്ട, നിനക്കെന്താ പ്രാന്താണോ? ഡാ മണ്ട, ആ വയസ്സായ മനുഷ്യന് വട്ടാണ്. നീ അയാളെ ഒന്ന് നോക്ക്, ഒരു കരടിയെ പോലെ ഇല്ലേ? ജയന്റുകളും ചെറിയ മനുഷ്യന്മാരും തമ്മിൽ പണ്ട് മുതലേ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നീ വാ പൂട്ടിയിരിക്കേ. ഇപ്പൊ ഇനോസ്കെ അവിടെ നിന്ന് എണീറ്റിട്ട് പറയും, ഞാൻ എന്റെ ഭക്ഷണമൊക്കെ മുഴുവൻ തിന്നു തീർത്തു. അതുകൊണ്ട് ഞാൻ ഇനി പോയി കുറച്ച് മരത്തടികൾ പൊക്കി കുറച്ച് പാറക്കല്ലുകൾ നീക്കട്ടെ. അതിന് സെനിറ്റ്സു, നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല. അതിനുശേഷം സെനിറ്റ്സുവും ടാൻജിറോയും ട്രെയിനിങ് ചെയ്യുന്നു. ആ സമയത്ത് വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന സെനിറ്റ്സുവിനെ ടാൻജിറോ നീന്തി ചെന്ന് പിടിക്കും. എന്നിട്ട് അവർ തിരിച്ചു വന്ന് വീണ്ടും വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്ന് ട്രെയിനിങ് ചെയ്യും. അങ്ങനെ ടാൻജിറോയുടെ ആ ട്രെയിനിങ് അവസാനിച്ചു. അതിനുശേഷം ടാൻജിറോ പോകുന്നത് മരത്തിന്റെ തടി പൊക്കുന്ന ട്രെയിനിങ്ങിനാണ്. അവിടെ വെച്ച് ടാൻജിറോ വളരെ കഷ്ടപ്പെട്ട് ആ 3 മരത്തിന്റെ തടിയും എടുത്തു പൊക്കുന്നു. അങ്ങനെ ആ ഒരു ട്രെയിനിങ്ങും ടാൻജിറോ എടുത്ത് കംപ്ലീറ്റ് ആയി. ഇനി അവന് അവസാനമായി ചെയ്യേണ്ടത് പാറക്കല്ല് നീക്കുന്ന ആ ഒരു ട്രെയിനിങ് ആണ്. അതിനുശേഷം കാണിക്കുന്നത് ഇൻഫിനിറ്റി കാസലിൽ ഇരുന്ന് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും തന്റെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കുന്ന നാക്കിമയെയാണ്. ഞാൻ അങ്ങനെ ഒരാളെ കൂടെ കണ്ടുപിടിച്ചു. ഞാൻ ഏകദേശം ഡീമൺ സ്ലേയേഴ്സിന്റെ 60% സ്ഥലവും കണ്ടുപിടിച്ചു. എന്തൊക്കെയായാലും ഇനി എനിക്ക് ആ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കുന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നാക്കിമയുടെ മുൻപിൽ മൂസാൻ കിബിറ്റ്സുജി ഉണ്ട്. ഇപ്പൊ മൂസാൻ നാക്കിമയോട് പറയും, നാക്കിമേ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നീ കൂടുതൽ വളർന്നു. അതിഗംഭീരം മാസ്റ്റർ, നിങ്ങളത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മൂസാൻ, എന്നാൽ നമുക്ക് ആ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാം. ദാ ഇവിടെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് മൂസാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. അതിന് നാക്കിമെ അവളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മൂസാൻ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനെ പിന്തുടരും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന മൂസാൻ പറയും, ഇനി അധികം താമസിക്കാതെ തന്നെ ഞാൻ നെസുക്കോയെയും ഉബുയാഷിക്കിയെയും കണ്ടുപിടിക്കും എന്ന് മൂസാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫിനിറ്റി കാസൽ അങ്ങ് ക്ലോസ് ആവും. അടുത്ത സീനിൽ കാണിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ആ വലിയ പാറക്കല്ല് തള്ളിക്കൊണ്ടിരിക്കുന്ന ടാൻജിറോയെയാണ്. ടാൻജിറോ തള്ളി അവസാനം അവന്റെ കാല് സ്ലിപ്പായി അവന്റെ ഒരു ചെരുപ്പ് പൊട്ടും. അപ്പോൾ ടാൻജിറോ, ഓ ഞാൻ ഇനി തിരിച്ചുപോയി ഇത് നന്നാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ടാൻജിറോ തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ച് അവൻ 3 ഡീമൺ സ്ലേയേഴ്സിനെ കാണുന്നു. അവര് ടാൻജിറോയോട് പറയും, ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് പോവാണ്, ഞങ്ങൾക്ക് ഒരിക്കലും ഈ ട്രെയിനിങ് ചെയ്യാൻ കഴിയില്ല. ടാൻജിറോ, നീ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇത് വിട്ടിട്ട് പോകുന്നതിൽ ശരിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരും നിന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും. എങ്കിൽ ശരി ടാൻജിറോ, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. അതിന് ടാൻജിറോ പറയും, ശരി ഞാനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അത് കേൾക്കുന്ന ഡീമൺ സ്ലേയേഴ്സ്, എന്ത് ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ മുഴുവൻ ഡീമൺ സ്ലേയേഴ്സും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് മൂസാൻ കിബിറ്റ്സുജിയെ തന്നെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ടാൻജിറോ പറയുന്നത് കേട്ട് ഡീമൺ സ്ലേയേഴ്സിന് വലിയ പ്രചോദനമാവും. അതെ ടാൻജിറോ, ഞങ്ങൾക്കത് മനസ്സിലായി, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. അതെ ടാൻജിറോ, ഇനിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ 3 ഡീമൺ സ്ലേയേഴ്സും അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു സീൻ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ടാൻജിറോ വീണ്ടും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പാറക്കല്ല് തള്ളി നീക്കാൻ ശ്രമിക്കും. അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഡീമൺ സ്ലേയേഴ്സിന് എല്ലാവർക്കും ടാൻജിറോ റൈസ് ബോൾ ഉണ്ടാക്കി കൊടുക്കും. അത് തിന്നുന്ന ഡീമൺ സ്ലേയേഴ്സിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇപ്പം മുറാട്ട ടാൻജിറോയോട് ചോദിക്കും, ഈ ഒരു ട്രെയിനിങ്ങിനിടയിൽ എനിക്കൊരു കാര്യം തോന്നി, എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ഹാഷരകൾക്ക് സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തത്? അതെന്തുകൊണ്ടാണെന്ന് ടാൻജിറോയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ടാൻജിറോ ചോദിക്കും, അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് കേട്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് പറയും, ചിലപ്പോൾ അവർക്ക് ക്ഷീണം വന്നിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ മഞ്ഞ മുടിയുള്ള പയ്യനെ പോലെ ആയിട്ടുണ്ടാവും. അപ്പം മുറാട്ട പറയും, അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. സത്യത്തിൽ ഹാഷിരമാർ ഭയങ്കരമാണ്.
ഇപ്പൊ അവിടെയുള്ള ഡീമൺ സ്ലേയേഴ്സ് ടാഞ്ചിറോ ഉണ്ടാക്കുന്ന ഭക്ഷണം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ടാഞ്ചിറോ പറയും, ഞാനൊരു കൽക്കരി ഉണ്ടാക്കുന്ന കുടുംബത്തിലെ മകനാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ ചൂടാക്കണമെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത റൈസ് ബോൾ തരാം. ഇതിന് നല്ല ടേസ്റ്റ് ആണ്. ഇത് തിന്നുന്ന ഡീമൺ സ്ലേയേഴ്സിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അവർക്ക് അവരുടെ സ്വന്തം അമ്മയെ ഓർമ്മ വരും. അവരിങ്ങനെ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുമ്പോൾ ടാഞ്ചിറോ അവന്റെ മനസ്സിൽ വിചാരിക്കും, ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഓർമ്മകൾ വരുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ടാഞ്ചിറോ അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആ പാറക്കല്ല് തള്ളി നീക്കുന്നതാണ്. പക്ഷെ എത്രയൊക്കെ ശക്തി എടുത്ത് ടാഞ്ചിറോ അത് തള്ളിയിട്ടും അവനത് ഒരു അടി പോലും അനക്കാൻ കഴിയുന്നില്ല. 6 ദിവസമായി ഞാൻ ഇനി എന്ത് ചെയ്യും? ഡീമൺസ് കുറെ കാലമൊന്നും ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. ഇനി എനിക്ക് ഒട്ടും സമയം കളയാനില്ല. ഇനി എനിക്ക് ഈ കല്ല് നീക്കാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി മറ്റേതെങ്കിലും ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യണോ? ഞാൻ ഇത്രയൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടും എനിക്ക് എന്റെ മാർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. പെട്ടെന്ന് ടാഞ്ചിറോയുടെ അടുത്തേക്ക് ഗന്യ വരുന്നു. ഹേയ്, ഇത് ഞാനാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു നിന്റെ നെറ്റിയിലുള്ള മാർക്ക് ഒന്നുകൂടെ കറുത്തു എന്ന്. അത് കേട്ട് ടാഞ്ചിറോ പെട്ടെന്ന് ചാടി എണീക്കും. ഓ ഗന്യ, ആ സംഭവത്തിന് ശേഷം പിന്നെ നിന്റെ ഒരു വിവരവും കിട്ടിയില്ല. ഞാൻ നിന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അത് കേട്ട് ഗന്യ പറയും, ആ ഒരു സംഭവത്തിന് ശേഷം എന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മിസ്റ്റർ ഗ്യോമെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ എന്റെ ചേട്ടന്റെ അടുത്തേക്ക് ഇനി പോകരുതെന്നും പറഞ്ഞു. പിന്നെ ടാഞ്ചിറോ, ആ ഒരു സംഭവത്തിലേക്ക് നിന്നെ ഞാൻ വലിച്ചിട്ടതിന് എന്നോട് ക്ഷമിക്കണം. അതുപോലെ എന്നെ സഹായിച്ചതിന് നന്ദി. ഹേയ് ഗന്യ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ടാഞ്ചിറോ പറയുന്നു. അപ്പൊ ഗന്യ പറയും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി നിന്റെ മാർക്കിന്റെ കാര്യത്തിലേക്ക് വരാം. നിന്റെ മാർക്ക് ശരിക്കും കറുത്തല്ലോ. അതിന് ടാഞ്ചിറോ, എന്ത്, എന്റെ മാർക്ക് കറുത്തെന്നോ? പക്ഷേ ഇതിനെപ്പറ്റി ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് ഗന്യ പറയും, അതിന് കാരണം നിന്നെ എന്നും കാണുന്ന ആൾക്കാർക്ക് നിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ കഴിയില്ല. അതുപോലെ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കണ്ണാടി ഉണ്ടോ? അതിന് ടാഞ്ചിറോ ഇല്ല എന്ന് പറയും. എന്നാൽ ഞാൻ നിനക്ക് എന്റെ കണ്ണാടി തരാം. ഇപ്പോൾ ടാഞ്ചിറോ പറയും, എന്റെ മാർക്ക് സത്യത്തിൽ കറുത്തു വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അതിനുശേഷം ഗന്യ ടാഞ്ചിറോയോട് പറയും, അപ്പോ നീ ഈ പാറക്കല്ല് നീക്കുന്ന ട്രെയിനിങ് ആണല്ലേ ചെയ്യുന്നത്? ഞാനും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടാഞ്ചിറോ, പക്ഷേ എനിക്കിതൊരു അടി പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ, നീ ഇത് അനക്കിയിട്ടുണ്ടോ? അതിന് ഗന്യ, അതെ, ഞാനിത് നീക്കിയിട്ടുണ്ടല്ലോ. അത് കേട്ട് ടാഞ്ചിറോയ്ക്ക് അത്ഭുതമാവും. അപ്പൊ ഗന്യ പറയും, നിങ്ങളെല്ലാവരും പാറ തള്ളാൻ ഉപയോഗിക്കുന്ന രീതി റെപ്പിറ്റേറ്റീവ് മോഷൻ ആണോ? അത് കേൾക്കുന്ന ടാഞ്ചിറോയ്ക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഗന്യ പറയും, ആ മനുഷ്യൻ ഗ്യോമയ്ക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ടാഞ്ചിറോ, നീ സ്വന്തം അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കണം. അങ്ങനെ നിനക്ക് നിന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ അതിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കാൻ കഴിയും. ഇനി എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ നൻബുത്സു എന്ന മന്ത്രം പറയാറുണ്ട്. അതിന് ടാഞ്ചിറോ, ഓ, അത് മിസ്റ്റർ ഗ്യോമയും പറയാറുണ്ട്. അതെ അതെ, അദ്ദേഹം എപ്പോഴും നമു നമു എന്ന് പറയും. ഇപ്പൊ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്യോമെ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഗന്യ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ടാഞ്ചിറോയോട് പറയും, ടാഞ്ചിറോ, നീ ഒരുപാട് ട്രെയിനിങ് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗന്യ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവൻ തന്റെ മനസ്സിൽ പറയും, ഞാൻ അവനോട് ഇത് പറഞ്ഞു എന്ന് കരുതി അവൻ ഒരിക്കലും ഇത് നിർത്താൻ പോകുന്നില്ല. അവൻ എന്റെ വാക്ക് കേൾക്കൂല. ഗന്യ അവിടെ നിന്ന് പോയതിനു ശേഷം ടാഞ്ചിറോ ഒരു പ്രാവശ്യം കൂടെ ആ പാറക്കല്ല് തള്ളി നോക്കാൻ ശ്രമിക്കും. ടാഞ്ചിറോ ഗന്യ പറഞ്ഞ ആ റെപ്പിറ്റേറ്റീവ് മോഷനെ പറ്റി അവന്റെ മനസ്സിൽ ആലോചിച്ചെടുക്കും. അതിൽ ഗന്യ പറയുന്നത്, നീ നിന്റെ എല്ലാ ഓർമ്മകളും ഒരൊറ്റ പ്രാവശ്യം തുറക്കണം. എനിക്ക് ബ്രീത്തിങ് ടെക്നിക് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷേ മിസ്റ്റർ ഗ്യോമെ പറഞ്ഞതനുസരിച്ച് ഞാൻ റെപ്പിറ്റേറ്റീവ് മോഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ പാറ അനക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇതുവരെ ഈ പാറ അത്ര നന്നായിട്ടൊന്നും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുന്ന ടാഞ്ചിറോ അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവൻ ആ പാറ തള്ളുന്നു. മിസ്റ്റർ ഗ്യോമയും ഗന്യയും ഇത് ഉപയോഗിച്ച സമയത്ത് അവർക്ക് അവരുടെ ദേഷ്യത്തിന്റെയും വേദനയുടെയും ഓർമ്മ വന്നു. അങ്ങനെ അവരുടെ ഹാർട്ട് റേറ്റും ടെമ്പറേച്ചറും കൂടി. അങ്ങനെ ടാഞ്ചിറോ ഇത് ആലോചിച്ച് ഒന്നുകൂടെ തള്ളുമ്പോൾ ആ വലിയ പാറക്കല്ല് പതിയെ ഒന്ന് അനങ്ങി. ഈ ഒരു സമയത്ത് അവിടേക്ക് കുറച്ച് ഡീമൺ സ്ലേയേഴ്സ് വന്ന് ടാഞ്ചിറോയെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുന്നു. അത് കേട്ട് ടാഞ്ചിറോ, ഓ, ഇത് ഭക്ഷണം തിന്നാനുള്ള സമയമായോ? എങ്കിൽ ശരി, ഞാൻ വരാം. ടാഞ്ചിറോ വരുന്നത് കണ്ട് ആ ഡീമൺ സ്ലേയേഴ്സ് അമ്മ വന്നു എന്ന് പറഞ്ഞ് അവൻ വിളിച്ചുകൊണ്ടു പോകുന്നു. ശേഷം എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഗന്യ വരുന്നു. അപ്പൊ ഗന്യ ടാഞ്ചിറോയോട് ചോദിക്കും, ടാഞ്ചിറോ, ഞാൻ പറഞ്ഞ റെപ്പിറ്റേറ്റീവ് മോഷൻ നീ ഉപയോഗിച്ചോ? അതിന് ടാഞ്ചിറോ പറയും, എനിക്ക് തോന്നുന്നത് ഇത് ടോട്ടൽ കോൺസെൻട്രേഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് ഗന്യ പറയും, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമോഷൻസിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് വെറും എന്റെ ഒരു ചിന്ത മാത്രമാണ്. അതുപോലെ നിന്റെ തലയിലുള്ള മാർക്ക് അതെന്തിന്റെങ്കിലും അടയാളമാണോ? അതായത് നീ അതിലേക്ക് എത്താനായോ? അതിന് ടാഞ്ചിറോ പറയും, മിസ്റ്റർ ഗ്യോമയ്ക്കും നിങ്ങൾക്കും ഈ മാർക്ക് ഇല്ലല്ലോ, പക്ഷെ നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? അതിന് ഗന്യ, അതും ശരിയാണ്. എന്നിട്ട് ഗന്യ പറയും, ടാഞ്ചിറോ, നിന്റെ കാര്യം എടുക്കുമ്പോൾ നിനക്ക് എപ്പോഴാണ് കൂടുതലായിട്ട് ഇമോഷൻസ് പ്രവർത്തിച്ചിട്ടുള്ളത്? അത് കേട്ട് ടാഞ്ചിറോ കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കും. അപ്പൊ ഗന്യ ടാഞ്ചിറോയോട് പറയും, ടാഞ്ചിറോ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? നിനക്കത് സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ അത് വിട്ട് കളഞ്ഞേക്ക്. അതുപോലെ എനിക്കറിയാം നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന്. അതിന് ടാഞ്ചിറോ ഗന്യയോട് നന്ദി പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമാവുന്നു. ടാഞ്ചിറോ പുലർച്ചെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ ട്രെയിനിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ ടാഞ്ചിറോ ചിന്തിക്കും, റെപ്പിറ്റേറ്റീവ് മോഷനിലൂടെ ടോട്ടൽ കോൺസെൻട്രേഷന്റെ മാക്സിമം ലെവൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ എന്റെ റെപ്പിറ്റേറ്റീവ് മോഷനാണ് ആ ഒരു ഫോട്ടോയിലെ എന്റെ പ്രിയപ്പെട്ടവരുടെ ചിരിക്കുന്ന മുഖം. അതുപോലെ മിസ്റ്റർ റെങ്കോക്കു പറഞ്ഞ വാക്കുകൾ, സെറ്റ് യുവർ ഹാർട്ട് അബ്ലേസ്, നിന്റെ ഹൃദയം എപ്പോഴും ജ്വലിക്കണം, നിന്റെ ഹൃദയം എപ്പോഴും കത്തണം എന്നിങ്ങനെ പറയുന്ന ടാഞ്ചിറോയുടെ നെഞ്ചിലൂടെ ഒരു തീ കത്തും. അത് അവന്റെ മുഴുവൻ ശരീരത്തിലൂടെയും അതിന്റെ കൂടെ അവന്റെ നെറ്റിയിലെ മാർക്ക് തെളിഞ്ഞു
വരും. അപ്പോൾ ടാഞ്ചിറോ ആദ്യമായിട്ട് ആ പാറക്കല്ല് ഒരടി നീക്കും. അത് കണ്ട് ടാഞ്ചിറോ പറയും, എനിക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്കിത് നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടേക്ക് സെനിറ്റ്സുവും ഇനോസ്കയും വരുന്നു. അപ്പോൾ സെനിറ്റ്സു പറയും, ഓ അവന്റെ ട്രെയിനിങ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തുടങ്ങിയോ? ഇങ്ങനെയാണെങ്കിൽ അവന് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ടാഞ്ചിറോ ചിന്തിക്കും, എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ റെപ്പിറ്റേറ്റീവ് മോഷനിലൂടെ ഞാനിത് ചെയ്തെടുക്കും. ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്യും. എന്റെ ശരീരം ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ടാഞ്ചിറോ അലറിക്കൊണ്ട് ആ പാറ തള്ളുമ്പോൾ അവന്റെ ശരീരത്തിൽ വീണ്ടും ആ തീ കത്തും. അവന്റെ നെറ്റിയിൽ ആ മാർക്ക് മുഴുവനായിട്ടും വരും. അങ്ങനെ ടാഞ്ചിറോ അലറിക്കൊണ്ട് ആ പാറ തള്ളുമ്പോൾ അത് മുൻപിലേക്ക് നീങ്ങാൻ തുടങ്ങി. അത് കാണുന്ന സെനിറ്റ്സു പറയും, ടാഞ്ചിറോ നീ അത് ചെയ്തു, നീ അത് ചെയ്തു. അതുപോലെ ഇനോസ്കെ പറയും, ടാഞ്ചിറോ നീ എന്നെ തോൽപ്പിച്ചു. സെനിറ്റ്സു എന്നിട്ട് പറയും, ടാഞ്ചിറോ നീ ഒരു മോൺസ്റ്റർ ആണ്. ശേഷം ടാഞ്ചിറോ അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആ പാറ മുൻപിലേക്ക് തള്ളിക്കൊണ്ടുപോകും. ഇപ്പൊ ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് മൂസാൻ കിബുട്സുജിയാണ്. ഇപ്പൊ മൂസാൻ പറയും, അവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ ഇനി ഞാൻ എന്ത് ചെയ്യും, അതുപോലെ നിന്റെ രൂപം എങ്ങനെയാണ് ഉബുയഷിക്കി എന്ന് മൂസാൻ പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് റെങ്കോക്കു ടാഞ്ചിറോയോട് പറഞ്ഞ ആ വാക്ക്? അതായത് ടാഞ്ചിറോയ്ക്ക് റെപ്പിറ്റേറ്റീവ് മോഷൻ ചെയ്യാൻ വേണ്ടി റെങ്കോക്കുവിന്റെ ഏതൊരു വാക്കാണ് ടാഞ്ചിറോ ഓർത്തെടുത്തത്? അത് ഏത് വാക്കാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. സോ എല്ലാവരും ഒന്ന് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.